നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രേയ ജോസ്. പ്രധാന വാർത്തകൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുകിട സംരംഭക സംരക്ഷണ യാത്രയ്ക്ക് ആലപ്പുഴയിൽ സ്വീകരണം. മങ്കൊമ്പിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം തോമസ് ചാണ്ടി MLA ഉദ്ഘാടനം ചെയ്യും. ചുവപ്പ് നാടയിൽ കുരുങ്ങി വിവാഹ ധനസഹായം. മകൾക്ക് വിവാഹ ധനസഹായം ലഭിക്കാൻ അപേക്ഷ നൽകി വൃദ്ധമാതാവ് കാത്തിരുന്നത് 1.5 വർഷം. നെല്ലു സംഭരണത്തിന് ആവശ്യത്തിന് ലോറികൾ എത്തുന്നില്ല എന്ന പരാതി. സ്വകാര്യ മില്ലുടമകൾക്കെതിരെ കർഷകരുടെയും ചുമട്ടുതൊഴിലാളികളുടെയും പ്രതിഷേധം ശക്തം. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചെറുകിട സംരംഭക സംരക്ഷണ ജാഥയ്ക്ക് ആലപ്പുഴയിൽ വ്യാഴാഴ്ച സ്വീകരണം നൽകും. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു ശിവദാസാണ് ജാഥ ക്യാപ്റ്റൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുകിട സംരംഭക സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 15-നാണ് കാസർകോട്ട് നിന്നും ജാഥ ആരംഭിച്ചത്. AM ആരിഫ് MLA മുഖ്യ പ്രഭാഷണം നടത്തും. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വിളയാംകുളം പരമേശ്വരൻ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് 11 മണിയോടുകൂടി മങ്കൊമ്പ് തെക്കേക്കരയിൽ ജാഥയ്ക്ക് നൽകുന്ന സ്വീകരണം കുട്ടനാട് MLA തോമസ് ചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാഹരി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, CPM കുട്ടനാട് ഏരിയ സെക്രട്ടറി G ഉണ്ണികൃഷ്ണൻ, CPI ഏരിയ സെക്രട്ടറി KD മോഹനൻ, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് MR സജീവ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ഗോപകുമാർ തുടങ്ങിയവർ സംസാരിക്കും. കൂടാതെ വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളും സ്വീകരണ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. തുടർന്ന് ആലപ്പുഴ ജില്ലാ പര്യടന സമാപന സമ്മേളനം R രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. മാവേലിക്കര ചാരുമൂട്ടിലാണ് ജില്ലാതല സമാപന സമ്മേളനം നടക്കുക. മാർച്ച് 31-ന് തിരുവനന്തപുരത്ത് ജാഥയ്ക്ക് സമാപനമാകും. ജാഥ വൈസ് ക്യാപ്റ്റൻ റിയാസ് നയനാരത്ത്, ട്രഷറർ രാധാകൃഷ്ണൻ എന്നിവരാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. ജില്ലാ പ്രസിഡന്റ് സുധിൻ പാമ്പാല, സെക്രട്ടറി മോഹനൻ പിള്ള, CR സുധീർ, രാജീവ് പണിക്കർ, ലതീഷ് കുമാർ എന്നിവർ മങ്കൊമ്പിൽ നടക്കുന്ന സ്വീകരണത്തിന് നേതൃത്വം നൽകും. മകളുടെ വിവാഹ ധനസഹായത്തിന് അപേക്ഷ നൽകി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 1.5 വർഷം പിന്നിടുന്നു. എടത്തുവ കോയിൽമുക്ക് അഞ്ചക്കളം വീട്ടിൽ ശാന്തമ്മ ജനാർദ്ദനാണ് സർക്കാരിന്റെ കനിവ് കാത്തിരിക്കുന്നത്. 2013 ജൂലൈയിലാണ് പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട ശാന്തമ്മ മകളുടെ വിവാഹ ധനസഹായത്തിന് അപേക്ഷ നൽകിയത്. എടത്തുവ ഗ്രാമപഞ്ചായത്ത് SC പ്രൊമോട്ടർ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിച്ചത്. സമുദായത്തിന്റെ സർട്ടിഫിക്കറ്റും മറ്റ് അനുബന്ധ രേഖകളും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിരുന്നതായി ശാന്തമ്മ പറയുന്നു. മകളുടെ വിവാഹ ധനസഹായത്തിന് വേണ്ടി എന്നെ കൊണ്ട് എടത്തുവ പഞ്ചായത്തിൽ പ്രൊമോട്ടർ അപേക്ഷ വെപ്പിക്കുകയും പിന്നീട് ആ അപേക്ഷ കണ്ടില്ലെന്നും പറഞ്ഞ് രണ്ടാമത് എന്നെ കൊണ്ട് മാപ്പ് അപേക്ഷ വെപ്പിക്കുകയും ചെയ്യുകയും അതിപ്പോൾ എനിക്ക് പഞ്ചായത്ത് തലത്തിലോ ബ്ലോക്ക് തലത്തിലോ ഇതുവരെ എനിക്ക് ഈ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ളത് എടത്തുവ പഞ്ചായത്തിലെ സെക്രട്ടറി എനിക്ക് എഴുതി തരികയും ചെയ്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ അപേക്ഷകൾ എവിടെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇപ്പോൾ അറിയുന്നത് സെക്രട്ടേറിയറ്റിലാണ് എൻ്റെ അപേക്ഷ. എനിക്ക് ഇന്ന് വരെ നാളെ വരെ 10 പൈസ പോലും കിട്ടിയിട്ടില്ല. എന്നാൽ പിന്നീട് പഞ്ചായത്ത് ഓഫീസിലും മങ്കൊമ്പ് പട്ടികജാതി ഓഫീസിലും ബന്ധപ്പെട്ടെങ്കിലും അങ്ങനെ ഒരു അപേക്ഷ ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഇവരെ തിരിച്ചയക്കുകയായിരുന്നു. തുടർന്ന് SC പ്രൊമോട്ടറുടെയും പട്ടികജാതി ഓഫീസിന്റെയും നിർബന്ധത്തെ തുടർന്ന് അപേക്ഷ താമസിപ്പിച്ചതിന് മാപ്പപേക്ഷ സമർപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. മറ്റ് ഓഫീസുകളിലൊക്കെ തന്നെ അപേക്ഷ നൽകുമ്പോൾ നമ്പറിട്ട് രസീത് നൽകാറുണ്ടെങ്കിലും പട്ടികജാതി വികസന ഓഫീസിൽ നിന്നും രസീത് നൽകാറില്ലെന്ന് ശാന്തമ്മയുടെ മകൻ J സുനിൽകുമാർ പറഞ്ഞു. പട്ടികജാതി വികസന ഓഫീസുകളിൽ ബന്ധപ്പെട്ട ഫയലുകളോ അല്ലെങ്കിൽ അനുബന്ധ സാധന സഭകളോ സൂക്ഷിക്കാനുള്ള സ്ഥലക്കുറവും അപര്യാപ്തത മൂലമാണ് പല ഫയലുകൾ നഷ്ടപ്പെടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ള എല്ലാ ഓഫീസുകളിലും അപേക്ഷ കൈപ്പറ്റുമ്പോൾ അപേക്ഷയുടെ നമ്പർ ഇട്ട് കൈപ്പറ്റ് രസീത് നൽകാറുണ്ട്. എന്നാൽ പട്ടികജാതി വികസന ഓഫീസുകളിൽ ഈ ഒരു സംവിധാനം നിലവില്ലാത്തത് മൂലം അപേക്ഷകർക്ക് അപേക്ഷ നൽകിയതായുള്ള രേഖകളോ മറ്റും ലഭിക്കാത്തത് മൂലം പല അപേക്ഷകളും നൽകിയിട്ടും നാളിതുവരെ മേൽനടപടി സ്വീകരിക്കാൻ വേണ്ട യാതൊരു രേഖകളും നൽകാത്തത് മൂലം അപേക്ഷകൾ നൽകിയതായോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതായോ യാതൊരു സ്ഥിരീകരണം ലഭിക്കുന്നില്ല. പട്ടികജാതി യുവതികൾക്കുള്ള വിവാഹ ധനസഹായം പഞ്ചായത്ത് തലത്തിൽ തന്നെ പാസാക്കി കൊടുക്കുവാനുള്ള നിയമമിരിക്കെയാണ് 65 വയസ്സുള്ള ഈ അമ്മയെ വിവിധ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അധികൃതർ വട്ടം ചുറ്റിക്കുന്നത്. ഉള്ളതെല്ലാം വിറ്റുപിറക്കിയും കടം വാങ്ങിയും 2013 മകളെ വിവാഹം കഴിച്ചയച്ചു. അന്ന് വാങ്ങിയ കടം പലിശയും കൂട്ടുപലിശയും ഒക്കെയായി പെരുകിയിട്ടും സർക്കാരിന്റെ കനിവ് ഉണ്ടായിട്ടില്ല. എത്രയും വേഗം ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം.
നെല്ല് കയറ്റാനെത്തുന്ന ലോറികളുടെ എണ്ണക്കുറവ് ചുമട്ടുതൊഴിലാളികൾക്ക് വിനയാകുന്നു. 35ഓളം ചുമട്ടുതൊഴിലാളികൾ ഉണ്ടായിട്ടും മങ്കൊമ്പ് തെക്കേക്കര ഭാഗത്ത് എത്തിയത് ഒരു ലോറി മാത്രമാണ്. മങ്കൊമ്പ് നാട്ടായമ്പാട ശേഖരത്തിലെ 350 ഏക്കർ വരുന്ന കൊയ്ത്ത് കഴിഞ്ഞിട്ട് നെല്ലെടുക്കുവാൻ ലോറികൾ ആവശ്യത്തിനെത്താത്തത് കർഷകരെയും ചുമട്ടുകാരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുകയാണ്. കാലടി അന്ന റൈസ് മില്ലാണ് സപ്ലൈകോയ്ക്ക് വേണ്ടി ഇവിടെ നിന്നും നെല്ല് സംഭരിക്കുന്നത്. എന്നാൽ 350 ഏക്കറിലെ നെല്ലെടുക്കുവാൻ ബുധനാഴ്ച എത്തിയത് ഒരു ലോറി മാത്രമാണെന്ന് തൊഴിലാളികൾ പറയുന്നു. നാട്ടായമ്പാട ശേഖരത്തിൽ തൊഴിലാളികൾ CATUവും AITUCയും ആയിട്ട് ഒരു 30 തൊഴിലാളികളുണ്ട്. ഇവിടെ വണ്ടിയില്ലാത്തതിന്റെ പുറമെ നെല്ല് റോഡ് മുഴുവൻ കിടക്കുകയാണ്. അതിന്റെ പരിഹാരം കണ്ടെത്തണം. അതുകൊണ്ട് ഈ തൊഴിലാളികൾക്ക് ഈ ഒരു 1000 രൂപ ആയിട്ടോ അല്ല 500 ആയിട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ എത്ര അടുത്ത വണ്ടി വിടാനും ഈ നെല്ല് എത്ര കയറി പോകാനുള്ള സാമാന്യ ഒരു മര്യാദ കാണിക്കണം. നെല്ലെടുത്തവര് ഏത് മില്ലുകാരാണെങ്കിൽ ആ മില്ലുകാർ ഇവിടെ അന്ന റൈസാക്കി അറിയില്ല. അത് ഏത് മില്ലുകാരാണ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അന്ന അപ്പൊ അത് എത്ര വണ്ടി വിട്ടിട്ട് ഈ നെല്ല് എത്ര കയറി പോവുക. ഈ തൊഴിലാളികൾ ഇത്ര 30 തൊഴിലാളികളുണ്ട്. അത് എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. ഒല്ലോട്ട് നെല്ല് കയറ്റിയാൽ ഒറ്റ വണ്ടിയുള്ളേ. ആ ഒരു പരിഹാരം കണ്ടെത്തുക. CITU, AITUC, INTUC, BMS തുടങ്ങി വിവിധ യൂണിയനിലെ തൊഴിലാളികളാണ് ഇവിടെ ചുമടെടുക്കുന്നത്. തൊഴിലാളികളുടെ ബാഹുല്യ നിമിത്തം ടേൺ അനുസരിച്ചാണ് ചുമടെടുപ്പ്. ബുധനാഴ്ച CITU, AITUC തൊഴിലാളികളാണ് ചുമടെടുത്തത്. അടുത്ത ദിവസം INTUC, BMS എന്നിവർക്കാണ് ചുമടെടുപ്പിന് അവകാശം. ഒരു ലോറി മാത്രം വരുന്നതിനാൽ നാമമാത്രമായ കൂലി മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം മറ്റു തൊഴിലാളികൾക്കായി കൂടുതൽ ലോറി എത്തിയാൽ അത് തടയുമെന്ന് CITU, AITUC തൊഴിലാളികൾ പറയുന്നു. ഈ വിഷയത്തിൽ ലേബർ ഓഫീസർ ഇടപെട്ട അടിയന്തര പരിഹാരം കണ്ടെത്താനായില്ലെങ്കിൽ കുട്ടനാട്ടിലെ നെല്ലെടുപ്പിൽ കയ്യാങ്കളിയാവും ഫലം. വെളിയനാട് കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ പുഞ്ചക്കൊയ്ത്ത് വൈകുന്നു. കൊയ്ത്ത് യന്ത്രത്തിന് കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കുന്നതാണ് കൊയ്ത്ത് വൈകാൻ കാരണമെന്ന് വെളിയനാട് തൈപ്പറമ്പ് തെക്കേ ODT പാടശേഖരത്തിലെ കർഷകനായ സുഭാഷ് പറമ്പിശ്ശേരി പറഞ്ഞു. സർക്കാർ ഈ സീസണിൽ നിശ്ചയിച്ചിരിക്കുന്ന കൊയ്ത്തുമതി യന്ത്ര വാടക 1750 മുതൽ 1950 രൂപ വരെയാണ്. എന്നാൽ വാടക വർദ്ധിപ്പിക്കുന്നതിനായി കൊയ്ത്തുമതി യന്ത്രങ്ങളുടെ കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കുകയാണ് ഇടനിലക്കാർ ചെയ്യുന്നതെന്ന് സുഭാഷ് പറയുന്നു. വെളിയനാട് പഞ്ചായത്തിന്റെ കീഴിൽപ്പെടുന്ന വിവിധ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് തുടങ്ങിയ അവസരത്തിൽ കൃത്രിമമായിട്ട് കൊയ്ത്ത് യന്ത്രക്ഷാമം സൃഷ്ടിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചില രാഷ്ട്രീയ നേതാക്കന്മാരും അടക്കം വൻതുക കർഷകരിൽ നിന്ന് ഈടാക്കാൻ തയ്യാറായിരിക്കുകയാണ്. കുട്ടനാട് പാക്കേജിൽപ്പെടുത്തി കൊയ്ത്ത് യന്ത്രങ്ങൾ കർഷകർക്ക് ആവശ്യാനുസരണം കിട്ടും എന്ന തരത്തിൽ ആ പാക്കേജിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കൊയ്ത്തന്ത്രങ്ങൾ വാങ്ങുകയുണ്ടായി. പക്ഷെ കർഷകർക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഇന്ന് കൊയ്ത്തുമതി യന്ത്രങ്ങൾ എത്താത്ത സാഹചര്യമാണ് കുട്ടനാട്ടിൽ എല്ലാ പ്രദേശത്തും നിലനിൽക്കുന്നത്. ഈ 2000-ഉം 2200-ഉം ഒക്കെ കൊയ്ത്ത് യന്ത്ര വാടക നിശ്ചയിക്കുന്ന രീതിയിലല്ല കളക്ടറേറ്റിൽ കൂടിയ യോഗത്തിൽ തീരുമാനമുണ്ടായത്. 1750 രൂപ 1700 രൂപ എന്ന നിരക്കിൽ സമീപ പ്രദേശങ്ങളിൽ മെഷീൻ എത്തിക്കാമെന്നാണ് കളക്ടറേറ്റിൽ കൂടിയ യോഗ തീരുമാനം. ഇതിന് വിപരീതമായിട്ടാണ് ഇന്ന് കർഷകരിൽ നിന്ന് കൊയ്ത്തന്ത്രത്തിന് വാടക ഈടാക്കുന്നത്. അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട അധികാരികളും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കുട്ടനാട്ടിൽ നടത്തുന്ന കർഷക ദ്രോഹ നടപടികൾക്കെതിരെ അടിയന്തരമായിട്ട് കളക്ടർ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. യന്ത്രലഭ്യത കുറയുമ്പോൾ ഇടനിലക്കാർ പറയുന്ന വാടകയ്ക്ക് കൊയ്യാൻ കർഷകർ നിർബന്ധിതരാകും. ഇതിനായാണ് കൃത്രിമക്ഷാമം സൃഷ്ടിക്കുന്നത്. ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് കർഷകരുടെ ആവശ്യം. KSEB മങ്കൊമ്പ് സെഷൻ പരിധിയിലുള്ള മങ്കൊമ്പ്, നെടുമുടി, പൂപ്പള്ളി, പൊങ്ങ, കൈനഗിരി, പണ്ടാരക്കുളം, ചെമ്പുംപുറം, പള്ളാത്തുരുത്തി തുടങ്ങിയ പ്രദേശങ്ങളിലെ 11 kV ലൈനിൽ അറ്റകുറ്റപ്പണികൾ വെള്ളിയാഴ്ച നടക്കും. അതിനാൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയങ്ങളിൽ വൈദ്യുതി വിതരണത്തിൽ തടസ്സം നേരിടുമെന്ന് KSEB വൃത്തങ്ങൾ അറിയിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KSEB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി.
സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ കൈകളിലെ പാവയായി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അധപതിച്ചിരിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് ടെയിലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഡി രാമചന്ദ്രൻ. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിലേക്ക് KSTA നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കാലങ്ങളിൽ കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ, പ്രസവാനുകൂല്യം, വിവാഹ സഹായം, മരണാനന്തര സഹായം എന്നിവ 1.5 വർഷക്കാലമായി നൽകുന്നില്ല. തയ്യൽ തൊഴിലാളികളെ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാക്കുമ്പോൾ തയ്യൽ തൊഴിലിൽ യാതൊരു വൈദഗ്ധ്യവുമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ വിദഗ്ധരായ തൊഴിലാളികളെ ഇന്റർവ്യൂ ചെയ്യുന്ന രീതി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 11-ാം തീയതി സംസ്ഥാന ക്ഷേമനിധി ബോർഡ് ഓഫീസിന്റെ വാതിക്കൽ തിരുവനന്തപുരം ജില്ലയിലെ തൊഴിലാളികളും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഒരുമിച്ച് സമരം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഈ 25-ാം തീയതി ഇന്ന് കേരളമൊട്ടുള്ള 14 ജില്ലകളിലെയും ക്ഷേമനിധി ഓഫീസിന്റെ മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ്. ഇതിന്റെ മതിയായ കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഞങ്ങൾ വളരെ പാടുപെട്ടുണ്ടാക്കിയ ഒരു ക്ഷേമനിധി ബോർഡാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കുവാൻ വേണ്ടി KSTയുടെ ആഭിമുഖ്യത്തിൽ വളരെയധികം സമരം ചെയ്ത് നേടിയെടുത്തതാണ് ഈ ബോർഡ്. വളരെയധികം വിയർപ്പൊഴുക്കുകയും വളരെയധികം കഠിനമായ സമരങ്ങൾ നടത്തിയും MLA-മാരെയും MP-മാരെയും മന്ത്രിമാരെയും ഒക്കെ കണ്ട് നിവേദനങ്ങൾ കൊടുത്തും നേടിയെടുത്ത ഒരു ബോർഡാണിത്. ആ ബോർഡ് നിലനിർത്തുക എന്നുള്ളതാണ് തുടർന്ന് വരുന്ന ഗവൺമെന്റിന്റെയും അധികാരികളുടെയും ചുമതല. KSTA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KM വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി C അമ്മിണി, T ഉത്തമൻ, രാമചന്ദ്രൻ, മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി നടന്ന മാർച്ച് KSTA ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ചു. മിനിമം പെൻഷൻ 1000 രൂപയായി വർദ്ധിപ്പിക്കുക, മുടങ്ങിക്കിടക്കുന്ന പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യുക, റിട്ടയർമെന്റ് ആനുകൂല്യം 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. കുട്ടനാട് കാർഷിക പാക്കേജിലെ രൂപകൽപ്പനയിൽ തന്നെ പിഴവ് സംഭവിച്ചെന്ന് രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ. മിത്രക്കരി വെസ്റ്റ് കലയങ്കരി ഗവൺമെന്റ് LP സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ പാക്കേജിന്റെ രൂപകൽപ്പനയിൽ തന്നെ അല്പം പിഴവ് സംഭവിച്ചു എന്നത് വസ്തുതയാണ്. നമുക്കറിയാം, മറ്റ് ഭൂപ്രദേശങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പാരിസ്ഥിതിക രീതിയാണ് കുട്ടനാടുള്ളത്. നമ്മുടെ അറബിക്കടലിൽ നിന്നും താഴ്ന്ന ഭൂപ്രദേശമാണ്. ലോകത്ത് അങ്ങനെ 2 സ്ഥലങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒന്ന് നെതർലൻഡും ഒന്ന് നമ്മുടെ ഈ പ്രദേശമാണ്, നമ്മുടെ ഈ കൊച്ചു കുട്ടനാടുമാണ്. ഈ പാക്കേജിനെ കുറിച്ച് ദുഃഖകരമായ മറ്റൊരു പ്രധാന വിഷയങ്ങളുണ്ട്. നമ്മളെല്ലാം പാക്കേജ് ചർച്ച ചെയ്യാൻ തുടങ്ങിയെന്നാണ്. അതുകൊണ്ട് നമ്മൾ കാണണ്ടേ, പാക്കേജ് അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആരംഭിച്ചത്. കുട്ടനാടുകാർ ഈ വിഷയം ഏറ്റെടുത്തത് അന്നാണ്. നമ്മൾ സെമിനാർ, ഞാനിപ്പോ ഇവിടുത്തെ പ്രശ്നം മാത്രമായിട്ട് പറഞ്ഞതല്ല, കാരണം വേറെ ആരുടെ കുറ്റമല്ല. അന്ന് വരെ ഇതൊരു ഹിഡൻ അജണ്ട ഇങ്ങനെ വെച്ചിരിക്കുക, പൊതിഞ്ഞു വെച്ചിരിക്കുക, ആരും അറിയേണ്ടത് പുറത്ത്.
കുട്ടനാട്ടുകാർ കാർഷിക പാക്കേജിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആരംഭിച്ചത് പാക്കേജിന്റെ അവസാന കാലത്താണ്. കർഷകരെയും കർഷക സംഘടനകളെയും നോക്കുകുത്തുകളാക്കി മാറ്റിക്കൊണ്ട് ഉദ്യോഗസ്ഥ വൃന്ദവും കരാറുകാരും ചേർന്ന് കുട്ടനാടിനെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 60 വർഷം കൊണ്ട് സർക്കാർ കുട്ടനാട് മേഖലയിൽ കൃഷിയുടെ ഉന്നമനത്തിനായി കോടികൾ ചിലവഴിച്ചെങ്കിലും അവയൊന്നും ലക്ഷ്യം കണ്ടിട്ടില്ലെന്നും CP ബ്രീവൻ പറഞ്ഞു. പ്രധാന അധ്യാപിക K ജമീല അധ്യക്ഷത വഹിച്ചു. P ബൈജു, B ഗോപകുമാർ, VN വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടനാട് പാക്കേജ് പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഡോക്ടർ KG പത്മകുമാർ നയിച്ചു. ദേശീയപാത കലവൂർ ജംഗ്ഷന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. തിരുവനന്തപുരം സ്വദേശികളായ വിനോദ്, പ്രീതി എന്നിവരാണ് മരിച്ചത്. ഒരാളെ ഗുരുതര പരിക്കുകളോടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച പുലർച്ചെ 6:30ഓടെയാണ് അപകടം. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് പോയ വാഗണർ കാറും പാലക്കാട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാർ ഡ്രൈവർ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി വിനോദ്, യാത്രക്കാരിയായ ശ്രീകാര്യം പെരുന്തട്നി സ്വദേശിനി പ്രീതിയും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. പ്രീതിയുടെ മാതാവ് ഉഷയെ ഗുരുതര പരിക്കുകളോടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനങ്ങളുടെ അമിത വേഗതയും ഡ്രൈവർ ഉറങ്ങിയതുമാകാം അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മണ്ണഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി കുഴിച്ച കുഴികൾ അടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക്. എടത്വ മരിയാപുരം ജംഗ്ഷന് സമീപമാണ് നിരാഹാര സമരം നടക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി എടത്വ മുതൽ തകഴി വരെയുള്ള റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം പോലെ റോഡിലുണ്ടാകുന്ന അപകടങ്ങളും വർദ്ധിക്കുകയാണ്. റോഡ് യാത്രായോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ ഉറപ്പ് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമരസമിതി അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. ജനകീയ സമരസമിതി പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ പോളി തോമസാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ചെറിയ മഴ പെയ്താലുടനെ ഈ പ്രദേശം ചെളിമയമാകുകയും അപ്പോഴും ഈ യാത്രക്കാർ എല്ലാം അപകടത്തിൽപ്പെടുകയും ചെയ്യും. ഇതിനു മുമ്പ് കഴിഞ്ഞ 1 വർഷക്കാലം മുമ്പ് 3ഓളം മരണങ്ങൾ ഈ ജപ്പാൻ കുടിവെള്ള പൈപ്പ്ലൈൻ കുഴിക്കുന്നതിന് വേണ്ടിയുണ്ടായ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് 3ഓളം ചെറുപ്പക്കാർ ഈ പ്രദേശത്ത് ബൈക്ക് യാത്രികരായിട്ടുള്ളവർ മരണപ്പെടുകയുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശമാണ് ഈ സമരത്തിനുള്ളത്. വർദ്ധിപ്പിച്ച പ്രീമിയം ഇൻഷുറൻസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ആലപ്പുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് സിവിൽ സ്റ്റേഷൻ പടിക്കൽ നടന്ന ധർണ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് തൊഴിലാളികളും കുടുംബങ്ങളും ആശ്രയിക്കുന്നത് മോട്ടോർ വ്യവസായത്തെയാണ്. ആ മോട്ടോർ വ്യവസായത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഷുറൻസ് വാഹനങ്ങൾക്ക് എടുക്കുക എന്നുള്ളത്. എല്ലാവർക്കും അറിയാം, ഇൻഷുറൻസ് ഇല്ലാതെ കണ്ട് വാഹനം റോഡിലിറക്കിയാൽ അതിന് പിഴയും ശിക്ഷയുമുണ്ട്, തടവും വരുന്നുണ്ട്. അപ്പൊ വാഹനം ഇൻഷുർ ചെയ്യാതെ കണ്ട് പുറത്തിറക്കാൻ പറ്റത്തില്ല. ആ ഇൻഷുറൻസിന്റെ പ്രീമിയമാണ് ഒരു നിയന്ത്രണവുമില്ലാതെ എല്ലാ വർഷവും 10%, 15% വർദ്ധിപ്പിക്കുമെങ്കിൽ ഇത്തവണ ഏതാണ്ട് 35% വർദ്ധിപ്പിച്ച നടപടി. നമ്മൾ ഈ മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിച്ചത് തെറ്റാണെന്ന് പറയുമ്പോൾ കേൾക്കുന്ന സാധാരണക്കാരൻ എന്താ പറയുന്നത്? ഞങ്ങളുടെ ചാർജ് ഇനിയും കൂട്ടുമെന്നാണ്. പെട്രോളിന്റെ ചാർജ് കൂട്ടുമ്പോൾ, ഡീസലിന്റെ ചാർജ് കൂട്ടുമ്പോൾ, ഓട്ടോയുടെ വില കൂട്ടുമ്പോൾ, കാറിന്റെ വില കൂട്ടുമ്പോൾ, ഓട്ടോ ടാക്സിയുടെ വില കൂട്ടുമ്പോൾ ഒക്കെ നാട്ടുകാർ പറയും കൂട്ടിക്കോട്ടെ, അവസാനം റേറ്റിലാണ്. N പവിത്രൻ അധ്യക്ഷത വഹിച്ചു. M ഷെരീഫ്, തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. കാവാലം മേജർ പള്ളിയർക്കാവ് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ചൊവ്വാഴ്ച രാവിലെ 8:30 ശേഷം തന്ത്രി അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിന്റെയും ക്ഷേത്ര മേൽശാന്തി ഗോപകുമാർ ശർമ്മയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. 2ാം ഉത്സവമായ വ്യാഴാഴ്ച മുതൽ 9ാം ഉത്സവം വരെ ദിവസവും രാവിലെ 11-ന് ഉത്സവ ബലി ഉണ്ടായിരിക്കും. ഇനി ചരമവാർത്തകൾ. മുട്ടാർ കിഴക്കേ തുരുത്തിൽ ഉദയമംഗലം ചിറയിൽ സുനിൽകുമാർ നിര്യാതനായി. 44 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും.
കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുകിട സംരംഭക സംരക്ഷണ യാത്രയ്ക്ക് ആലപ്പുഴയിൽ സ്വീകരണം. മങ്കൊമ്പിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം തോമസ് ചാണ്ടി MLA ഉദ്ഘാടനം ചെയ്യും. ചുവപ്പ് നാടയിൽ കുരുങ്ങി വിവാഹ ധനസഹായം. മകൾക്ക് വിവാഹ ധനസഹായം ലഭിക്കാൻ അപേക്ഷ നൽകി വൃദ്ധമാതാവ് കാത്തിരുന്നത് 1.5 വർഷം. നെല്ലു സംഭരണത്തിന് ആവശ്യത്തിന് ലോറികൾ എത്തുന്നില്ല എന്ന പരാതി. സ്വകാര്യ മില്ലുടമകൾക്കെതിരെ കർഷകരുടെയും ചുമട്ടുതൊഴിലാളികളുടെയും പ്രതിഷേധം ശക്തം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.